സ്വഭാവത്തിൽ ഒരുപോലെ അല്ലാതിരുന്ന മൂന്ന് സഹോദരന്മാർ ഒരുമിച്ച് ഒരു കൃഷിയിടം നടത്തി. ഒരാൾ ക്ഷമയുള്ളവൻ, മറ്റൊരാൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവൻ, മൂന്നാമൻ അല്പം മന്ദഗതിയുള്ളവൻ. ഒരിക്കൽ വലിയ വരൾച്ചയുണ്ടായി. വയലുകൾ ഉണങ്ങി, വിളകൾ നശിക്കാൻ തുടങ്ങി. മൂന്ന് സഹോദരന്മാരും തമ്മിൽ വാദം തുടങ്ങി. തർക്കം കാരണം അവർ പരസ്പരം വേർപിരിഞ്ഞ് ജോലി ചെയ്യാൻ ആരംഭിച്ചു. ഓരോരുത്തരും ഒറ്റയ്ക്ക് ശ്രമിച്ചെങ്കിലും നല്ല വിളവൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഗ്രാമത്തിലെ ഒരു ജ്ഞാനി അവരുടെ അടുത്ത് വന്ന് 3 ചെറുനൂലുകൾ എടുത്ത് പറഞ്ഞു, "ഇവയെ പൊട്ടിച്ചു നോക്കൂ." മൂവരും എളുപ്പത്തിൽ അത് പൊട്ടിച്ചു. പിന്നീട് 3 പേരുടെ നൂലുകളും കൂട്ടിച്ചേർത്ത് ഒരു മൂപ്പിരി കയർ ഉണ്ടാക്കിയിട്ട് ജ്ഞാനി പറഞ്ഞു, "ഇതൊന്ന് പൊട്ടിച്ചു നോക്കൂ." എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവർക്കത് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ജ്ഞാനി പറഞ്ഞു, "നിങ്ങൾ 3 പേരും ഈ നൂലുകൾ പോലെയാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തിയില്ല. പക്ഷേ ഒരുമിച്ചാൽ ഒരു മൂപ്പിരി കയറുപോലെ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. എത്ര കഠിനമെന്ന് തോന്നുന്നതും എളുപ്പമാക്കുകയും ചെയ്യും." പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവ ചൈതന്യം ഉൾക്കൊണ്ട് സ്ഥാപിതമായിരിക്കുന്ന ഓരോ സന്യാസ ഭവനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഇവിടെ ക്രിസ്തുവാണ് കേന്ദ്രബിന്ദു. അവനെ വലയം ചെയ്ത ഓരോ അംഗങ്ങളും. സ്നേഹമാണ് അടിസ്ഥാന നിയമം. വിശുദ്ധരായ ബർത്തലോമയെയും വിൻസെൻസയും തങ്ങളുടെ കഴിവുകളും വൈവിധ്യങ്ങളും പരസ്പരം അംഗീകരിക്കുകയും എളിമയുടെ പാതയിലൂടെ പരസ്പരം വളർത്തുന്നവരായതിനാലുമാണ് ഉപവിയുടെ സോദരിമാർ എന്ന സന്യാസ സമൂഹം ഉടലെടുത്തതും അവരുടെ മാതൃകയിൽ ഇന്നും സഭ നിലനിൽക്കുന്നതും. സ്നേഹമാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം. നമുക്കും പരസ്പരം വളർത്താം, കരുതാം, ചേർത്തു നിർത്താം, വിശുദ്ധിയിൽ മുന്നേറാം.